നമ്മൾ ഷിരൂരിലെ വാർത്തയിലേക്ക് തന്നെ വീണ്ടും പോവുകയാണ്. സോണൽ ചേരുകയാണ്. സോണൽ, അവിടെ ഈ അർജുൻ്റെ കുടുംബാംഗങ്ങൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ? അവരുടെ എന്തെങ്കിലും പ്രതികരണം നമുക്ക് ഈ അവസരത്തിൽ ലഭിക്കുന്നുണ്ടോ? സോണൽ. വിനോദ്, ഇപ്പോൾ നമ്മളോടൊപ്പം ഈ സഹോദരി, അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവ് കൂടി ചേരുകയാണ്. എന്താണ് നിലവിലെ ഒരു സാഹചര്യം? നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാലാവസ്ഥയെല്ലാം ഇന്നലെ 3-4 ദിവസം മുന്നേ നമുക്ക് അനുകൂലമായിരുന്നു. ഇന്നലെ ഒരു തെരച്ചിൽ ആരംഭിക്കുമെന്ന ഇൻഫർമേഷൻ പ്രകാരമാണ് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയത്. തീർച്ചയായിട്ടും അതിന് അനുകൂലമായൊരു സാഹചര്യം വൈകുന്നേരം വരെ ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം കാർവാർ MLA യുടെ നേതൃത്വത്തിൽ സംഘമെത്തി ഈശ്വർ മാൽപ്പെ ഇറങ്ങുകയുണ്ടായി. ഒരു അരമണിക്കൂറിൽ മേലെ സമയം അദ്ദേഹം മുങ്ങുകയും കുറച്ച് വണ്ടിയുടേതായ കുറച്ച് സാമ്പിളുകൾ എടുക്കുകയും ചെയ്തു. അതിൽ ഒരു ജാക്കി കിട്ടിയത് അർജുൻ ഓടിച്ചിരുന്ന വാഹനത്തിൻ്റെതാണെന്ന് ഉറപ്പുവരുത്തിയത്. അതിനുശേഷം ഇന്ന് തിരച്ചിൽ 8:30 ആരംഭിക്കുമെന്നായിരുന്നു ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ അത് വൈകി 10 മണി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈശ്വർ മാൽപ്പെ സംഘം എല്ലാം റെഡി ആയി നിൽക്കുകയാണ്. ഇതുവരെ അനുമതി കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന് ഇറങ്ങാൻ. എന്താണ് ഇങ്ങനൊരു സമയം വൈകുന്നതെന്ന് ഒരു അറിയുന്നില്ല. ജില്ലാ കളക്ടർ ഉൾപ്പെടെ എത്തിയിട്ട് തുടങ്ങിയാൽ മതി എന്നുള്ളൊരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടല്ലോ. ഉണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു പിടിവാശി എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇന്നലെ ഒരു സംവിധാനം ഇവരുടെ ഭാഗത്തുനിന്ന് പോലീസോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് സുഗമമായിട്ട് ഇന്നലെ തെരച്ചിൽ നടത്തി എത്രയും പെട്ടെന്ന് ആ സമയം കൊണ്ട് ഈശ്വർ മാൽപ്പെ കുറച്ച് സംഭവങ്ങൾ എടുക്കുകയും ചെയ്തു. ഇനിയിപ്പം ഇങ്ങനെ ലാഗാക്കുന്നതിൻ്റെ എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലാവുന്നില്ല. ഇന്നലെ അത്തരം ആ ജാക്കി ഉൾപ്പെടെ കണ്ടെത്തുന്ന ഒരു ശുഭപ്രതീക്ഷയ്ക്ക് വഴിവെക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സാഹചര്യം തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. എന്തായാലും പ്രതീക്ഷ കൈവിടുന്നില്ലല്ലേ? തീർച്ചയായിട്ടും പ്രതീക്ഷയോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും അദ്ദേഹം ജിതിൻ പറഞ്ഞതുപോലെ തന്നെ കാര്യമായി പറഞ്ഞാൽ ഒരു പ്രതീക്ഷ ഇന്നലെ ആ ജാക്കി ഉൾപ്പെടെ ലഭിച്ചതോടുകൂടി ഒരു പ്രതീക്ഷയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ബാരിക്കേഡുകൾ വെച്ച് ഇവിടെ തടയുന്ന ഒരു സാഹചര്യമുണ്ട്. മാധ്യമങ്ങളെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ വരെ ഇത്തരം ഒരു പ്രവണത ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരെത്തി നമ്മളെ മാധ്യമങ്ങളെ ഈ പ്രത്യേക പ്രദേശത്ത് നിന്ന് മാറ്റി ബാരിക്കേഡ് വെച്ച് തടയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈശ്വർ മാൽപ്പയുടെ സംഘം ഇപ്പോഴും തയ്യാറാണ്. ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്ന് പ്രത്യേക അനുമതി ലഭിച്ച് കഴിഞ്ഞാൽ അത് ഇറങ്ങാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ കാലാവസ്ഥ നമുക്കറിയാം, ഈ പ്രദേശത്തിന്റെ ഒരു ഘടനയനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും മാറി മറിയാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഒരു മൂടിക്കെട്ടലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത്. ഒരു പക്ഷേ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ തിരച്ചിൽ വീണ്ടും ദുഷ്കരമാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇന്നലെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് പകൽ വെട്ടത്തിൽ കൃത്യമായി അടിത്തട്ട് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ 8:30 തിരച്ചിൽ ആരംഭിച്ചാൽ കൂടുതൽ നമുക്ക് അടിത്തട്ടിലേക്ക് എത്തി പരിശോധന നടത്താൻ വേണ്ടി കഴിയും എന്ന് അദ്ദേഹം പറയുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ എപ്പോഴും അതിനൊരു തടസ്സം, സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞൊരു തടസ്സം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നാണ് അത്തരമൊരു തടസ്സമുള്ളത് എന്ന് അവരുടെ ബന്ധുക്കൾ, അർജുന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ ആരോപിക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും 10 മണിയോടുകൂടി തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് എന്ന് ഈ ഈശ്വർ മാൽപ്പെ ഉൾപ്പെടെയുള്ളവർ നമ്മളുമായി പ്രതികരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവർ സജ്ജമാണ്, ഏത് സമയത്തും ഇറങ്ങാൻ വേണ്ടി സജ്ജമാണ്. അതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട 4 ലൊക്കേഷനുകളാണ് സ്പോട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഓരോ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ഈ 4 പേരും, ഈ ഡൈവിങ്ങിന് ഇറങ്ങുന്ന 4 പേരും കേന്ദ്രീകരിച്ച് ഓരോ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന നടത്തുക. ഇന്നലെ ജാക്കി ഉൾപ്പെടെ ലഭിച്ച ആ പ്രദേശത്തായിരിക്കും ആദ്യഘട്ട പരിശോധന എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം ഇന്നലെ അത്തരം ലോറിയുടെ അർജുൻ്റെതെന്ന് സ്ഥിരീകരിച്ച മനാഫ് ലോറിയുടെ ഉടമ സ്ഥിരീകരിച്ച ആ സാധനങ്ങൾ ലഭിച്ച ആ പ്രദേശത്ത് നിന്നായിരിക്കും ആദ്യഘട്ട പരിശോധന തുടങ്ങുക. 4 ആളും കേന്ദ്രീകരിച്ച് പ്രത്യേക ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അടിത്തട്ടിൽ പോയി മണ്ണ് മാറ്റിയുള്ള പരിശോധന നടത്തും. അതിൽ ശുഭപ്രതീക്ഷയുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ ഉൾപ്പെടെയുള്ളവരുടെ ഒരു പ്രതീക്ഷയും. വിനോദ. സോണൽ, അതേപോലെ തന്നെ നമ്മൾക്കറിയാം, ആദ്യഘട്ടത്തിലെ പരിശോധന, ശക്തമായ അടിയൊഴുക്ക്, ശക്തമായ മഴ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിലെ പരിശോധന അവസാനിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ സമയത്താണ് ഈ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട വലിയ ഒരു പ്രകൃതി ദുരന്തമുണ്ടാകുന്നത്. എല്ലാ സംവിധാനങ്ങളും അങ്ങോട്ടേക്ക് നീങ്ങുന്നു. വാർത്താ മാധ്യമങ്ങളുടെ ശ്രദ്ധയും സ്വാഭാവികമായും അങ്ങോട്ടേക്ക് നീങ്ങുന്നു. അവിടെ കാലാവസ്ഥാപരമായി നിരവധി പ്രശ്നങ്ങൾ ആ മേഖലയിൽ, പ്രത്യേകിച്ചും ഗംഗാവലി പുഴയിൽ ശക്തമായ അടിയൊഴുക്ക്, ശക്തമായ ആ മേഖലയിലെ മഴ ഒക്കെ ആയിരുന്നു ഈ തെരച്ചിലിന് തടസ്സമായി നിന്നതും ആ തെരച്ചിൽ ഒരു ഘട്ടത്തിൽ അവസാനിപ്പിക്കേണ്ടി വന്നതും. പിന്നീട് ഈ കുടുംബം വളരെ ശക്തമായി ഈ ആവശ്യം ഉന്നയിക്കുന്നു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, അതേപോലെ തന്നെ ഗോവ ഗവർണറായിട്ടുള്ള PS ശ്രീധരൻപിള്ള, ഇവർ ശക്തമായി കർണാടക സർക്കാരിനോട്, പ്രത്യേകിച്ചും കർണാടക രാജ്ഭവനോട്, കർണാടക ഗവർണറോട് തന്നെ ഇക്കാര്യം നേരിട്ട് ഇക്കാര്യം ഉന്നയിക്കുന്നു. അതിൻ്റെ കൂടി ഒക്കെ അടിസ്ഥാനത്തിൽ, അത് മാത്രമല്ല കർണാടകയിലെ ഹൈക്കോടതിയിൽ നിന്നും ഒരു നിർദ്ദേശവും ഉണ്ടായിരുന്നു, തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കണം. ഇത്തരത്തിലുള്ള നീക്കങ്ങളല്ലേ
വീണ്ടും ഈ തെരച്ചിൽ ശക്തമാക്കാൻ കർണാടക സർക്കാരിനെ പ്രേരിപ്പിച്ചത്? സോണൽ. തീർച്ചയായിട്ടും വിനോദ്, കുടുംബത്തിന്റെയും മറ്റ് കേരളത്തിന്റെയും ഒരു ഇടപെടൽ അത് കൃത്യമായി എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ഒരു ഇടച്ചിൽ, അതായത് മെല്ലെപ്പോക്ക് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ടുണ്ടായി എന്ന് തോന്നിയതിനെ തുടർന്നാണ് കുടുംബം നേരിട്ട് ഇവിടെ എത്തി ഇതിലൊരു ഇടപെടൽ നടത്തുന്നത്. വീണ്ടും പക്ഷേ ഈ തിരച്ചിൽ സജീവമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷെ ഇപ്പോഴും ഒരു സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ഇത് ഈ തിരച്ചിൽ പരിശോധന ലാഗാക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. ഇന്നലെ നമുക്കറിയാം നാവികസേന ഇന്നലെ എത്തിയില്ലെങ്കിലും ഇന്ന് എത്തുമെന്ന് കുടുംബത്തിന് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ആ കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഒരു പെർമിഷൻ, ഇതുമായി തിരച്ചിൽ നടത്താനുള്ള പെർമിഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഭരണകൂടം നൽകേണ്ടതുണ്ട്. അതൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഈശ്വർ മാൽപ്പ പോലുള്ള അവരുടെ ഒരു സംഘത്തിന്, 4 അംഗ സംഘത്തിന് വേണ്ട സംവിധാനങ്ങൾ എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഇറങ്ങി പരിശോധിക്കാൻ വേണ്ട ഒരു അനുമതി അത് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടത്. പക്ഷേ അതിലെന്താണ് ഒരു തടസ്സം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിയതിനു ശേഷം ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനൊന്നും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങളെ ഉൾപ്പെടെ ഈ പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് മാറ്റി ബാരിക്കേഡ് വെച്ച് തടയുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. പല തവണ ഉദ്യോഗസ്ഥരോട് നമ്മൾ ചോദിച്ചതാണ്, എന്താണ് സാർ പ്രശ്നം, എന്തുകൊണ്ടാണ് മാധ്യമങ്ങളെ മാറ്റി നിർത്തുന്നത്? പക്ഷേ അതിലൊന്നും പ്രതികരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാകാത്ത സാഹചര്യം ഉണ്ടാകുന്നു. കൃത്യമായൊരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് നൽകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ തിരച്ചിൽ ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു ആശങ്ക. കാരണം കാലാവസ്ഥ പ്രതികൂലമാവാൻ നിമിഷ നേരം മാത്രം മതി. ഈ ഭൂപ്രകൃതിയുടെ അല്ലെങ്കിൽ ഈ ഭൂമിയുടെ ഒരു ഘടനയനുസരിച്ച് കാലാവസ്ഥ ഏത് നിമിഷവും മാറി മറിയാൻ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തുടങ്ങണം എന്ന് ഇന്നലെ തന്നെ ഈശ്വർ മാൽപ്പ പറഞ്ഞതാണ്. 8:30 പരിശോധന ആരംഭിച്ചാൽ നമുക്ക് ഏകദേശം ചില സൂചനകളൊക്കെ കണ്ടെത്താൻ കഴിയും എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. കാരണം പകൽ വെളിച്ചത്തിൽ കൂടുതലായി നമുക്ക് അടിത്തട്ടിലേക്ക് കാണാം. ഇന്ന് നദി അല്പം ശാന്തമാണ്, ഒഴുക്കെല്ലാം തന്നെ കുറഞ്ഞിട്ടുണ്ട്, തെളിഞ്ഞ വെള്ളമാണ് എന്നുള്ളതും ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഇന്നലെ അത്തരത്തിൽ കൃത്യമായിട്ടൊരു തെരച്ചിൽ വൈകുന്നേരം ഏകദേശം അരമണിക്കൂറോളം നടത്താൻ കഴിഞ്ഞത്. അതിലാണ് അശുഭ പ്രതീക്ഷ എന്നോണം അർജുൻ്റേതെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരീകരിച്ച ലോറിയുടെ ഉടമ മനാഫ് സ്ഥിരീകരിച്ച ജാക്കി ഉൾപ്പെടെ കിട്ടുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് ഇന്ന് തിരച്ചിലിൽ കൃത്യമായിട്ടുള്ള ഒരു സൂചനകൾ അല്ലെങ്കിൽ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ. പക്ഷേ ഇപ്പോഴും തിരച്ചിൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു ആശങ്കയായി മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും ജില്ലാ കളക്ടർ ഉൾപ്പെടെ എത്തിക്കഴിഞ്ഞാൽ 10 മണിയോടുകൂടി തിരച്ചിൽ ആരംഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. വിനോദ.